Dear students, hope you all are doing well. ഈ ഒരു ഷോർട്ട് വീഡിയോ മൂഡ് കോട്ട് എക്സസൈസസിനെ കുറിച്ച് നിങ്ങളെ കുറച്ചും കൂടെ ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. I hope you will all get a basic idea, a brief idea regarding mood court exercises through this video. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ മൂഡ് കോട്ട് എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എ സിമുലേറ്റഡ് കോട്ട് എന്ന് പറയാം, അല്ലെങ്കിൽ അൻ ആർട്ടിഫിഷ്യലി ഫോമുലേറ്റഡ് മോഡൽ കോട്ട്. അതായത് നിങ്ങളുടെ അഡ്വക്കസി സ്കിൽസ്, ആർഗ്യുമെൻറ്റേറ്റീവ് സ്കിൽസ്, പ്രൊഫഷണൽ എറ്റിക്വറ്റ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലീഗൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് ഈ മൂഡ് കോട്ട്സ് എന്ന് പറയുന്നത്. എല്ലാ പ്രൊഫഷണൽ കോഴ്സസിനും സിമുലേറ്റഡ് എക്സസൈസസ് നടത്താറുണ്ട്. അപ്പം നമ്മളെ LLB അല്ലെങ്കിൽ ലീഗൽ എഡ്യൂക്കേഷനെ സംബന്ധിച്ച് പ്രൈം ഒബ്ജക്റ്റീവ്, പ്രൈം ഔട്ട്കം എന്ന് പറയുന്നത് നിങ്ങളെ ബെറ്റർ ലോയേഴ്സ് ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആർഗ്യുമെൻറ്റേറ്റീവ് സ്കിൽസും നിങ്ങളുടെ അഡ്വക്കസി സ്കിൽസും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂഡ് കോട്ട്സ് നിങ്ങളുടെ ലീഗൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഒറിജിൻ, മൂഡ് കോട്ട്സിൻ്റെ ഒറിജിൻ എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ലീഗൽ സിസ്റ്റം ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കുന്നത് ബ്രിട്ടീഷ് ലീഗൽ സിസ്റ്റത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ മൂഡ് കോട്ട്സും നമ്മുടെ ഈ ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ലീഗൽ സിസ്റ്റത്തിൽ നിന്ന് തന്നെയാണ്. പണ്ട് കാലത്ത് ഏർലിയർ പീരീഡ്സിൽ നിങ്ങൾക്കറിയാം, അവിടെ ലോ ഡെവലപ്ഡ് ആയിരുന്നില്ല. ഇപ്പോഴത്തെ പോലെ റിട്ടൺ ലോസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതുപോലെ തന്നെ പേഴ്സൺസ് വെൽ വേഴ്സ്ഡ് ഇൻ ലോ അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു വില്ലേജിൽ, ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ വില്ലേജിന് ടൂൺ എന്നൊക്കെ പറയാറുണ്ട്. അവിടെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട്സ് ഗ്രാസ് റൂട്ട് ലെവൽസിൽ, അതായത് വില്ലേജ് ഏരിയയിൽ വില്ലേജ് പീപ്പിൾ തമ്മിൽ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ ആ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നത് ഇതുപോലെ ലോയേഴ്സോ അങ്ങനെ ബാരിസ്റ്റേഴ്സോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഡിസ്പ്യൂട്ട്സ് സെറ്റിൽ ചെയ്യുന്നത് അവിടുത്തെ ആ ഒരു സൊസൈറ്റി റെസ്പെക്റ്റ് ചെയ്യുന്ന പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഫ്യൂഡൽ ലോർഡ്സ് ഒക്കെ ആയിരുന്നു. അങ്ങനെ ഈ ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യുന്ന ജൂറി മെമ്പേഴ്സിനെ പറയുന്നത് അസംബ്ലി ഓഫ് ഫ്രീമെൻ, ഓൾഡർമെൻ എന്നൊക്കെയായിരുന്നു. ഫ്രീമെൻ അല്ലെങ്കിൽ ഓൾഡർമെൻ. അപ്പം ഇവർക്ക് ലീഗൽ എഡ്യൂക്കേഷൻ അവർക്കുണ്ടായിരിക്കണമെന്നില്ല. പക്ഷെ അവർക്ക് ആ സൊസൈറ്റിയിൽ അവർ റെസ്പെക്റ്റഡ് പേഴ്സണാലിറ്റീസ് ആയിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ ഇതുപോലെ ഡിസ്പ്യൂട്ട്സ് വരുമ്പോൾ, വില്ലേജ് പീപ്പിൾ അവരുടെ ഡിസ്പ്യൂട്ട്സ് കൊണ്ടുവരുമ്പോൾ ഇവർ അവരുടെ ആർഗ്യുമെൻറ്റ്സ്, ആർക്കാണോ ഡിസ്പ്യൂട്ട്സ് ഉള്ളത് അവരുടെ രണ്ട് സൈഡിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കേട്ടതിന് ശേഷം ഇവരുടെ ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ഡിസിഷൻ ഇവർ പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ ആ ഡിസ്പ്യൂട്ട്സിനെ, അവരുടെ മുൻപിൽ കൊണ്ടുവരുന്ന ഡിസ്പ്യൂട്ട്സിനെ മൂഡ്സ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. മൂഡ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേർഡ് മീനിങ്, മൂഡ് എന്ന് പറയുന്ന ടേമിൻ്റെ വേർഡ് മീനിങ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു പോയിൻ്റ് എന്നായിരുന്നു. മൂട്ടബിൾ എന്ന് പറഞ്ഞാൽ ഡിബേറ്റബിൾ. അപ്പോൾ ഇവരുടെ മുൻപിൽ ആർഗ്യുമെൻറ്റ് ചെയ്യപ്പെടുന്ന ആ ഡിസ്പ്യൂട്ട്സിന് മൂഡ്സ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതേപോലെ ഇങ്ങനെയാണ് തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇവരുടെ മുൻപിൽ ആ ഡിസ്പ്യൂട്ട്സ് വരും, ഇവർ അതിന് മൂഡ്സ് എന്ന് പറയും. ഇങ്ങനെ മൂഡ് കോട്ട്സ് നടക്കും. അവരുടെ ആർഗ്യുമെൻറ്റ്സ് അനുസരിച്ച്, അതായത് ബോത്ത് പാർട്ടീസിൻ്റെ ആർഗ്യുമെൻറ്റ്സ് കേട്ടതിന് ശേഷം ഈ ഫ്രീമെൻ അല്ലെങ്കിൽ ഓൾഡർമെൻ അതിലൊരു ഡിസിഷൻ പ്രൊനൗൺസ് ചെയ്യും. അപ്പോൾ പിന്നീട് ലീഗൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്തതിന് ശേഷം ഈ ബ്രിട്ടനിൽ ജൂനിയർ ലോയേഴ്സിനെ, ജൂനിയർ ബാരിസ്റ്റേഴ്സിനെയും ലോ സ്റ്റുഡൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇതുപോലുള്ള മൂഡ് കോട്ട്സ് നടത്തപ്പെട്ടിരുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ ബാർ കൗൺസിൽസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഉള്ള ഒരു കമ്മ്യൂണിറ്റി, അങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയുടെ പേരാണ് ഇൻസ് ഓഫ് കോർട്ട്. അങ്ങനെ 4 ഇൻസ് ഓഫ് കോർട്ട് ഇംഗ്ലണ്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ബാരിസ്റ്റേഴ്സും ജഡ്ജസും ഒക്കെ മെമ്പേഴ്സായിരുന്നു. അവിടെ ജൂനിയർ ബാരിസ്റ്റേഴ്സിനെ അതുപോലെ തന്നെ ലോ സ്റ്റുഡൻസിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലത്തെ മൂഡ് കേസസ് അവർക്ക് കൊടുക്കും. അവർ ഈ ജഡ്ജസിൻ്റെ മുമ്പിൽ വന്ന് ആർഗ്യൂ ചെയ്യും. മേ ബി ഒരു ഹൈപ്പോത്തറ്റിക്കൽ കേസ് ആയിരിക്കും അവർക്ക് കൊടുക്കുക, മൂഡ് കേസായിട്ട്. അപ്പോൾ അതിന്മേൽ ഇവർ ആർഗ്യൂ ചെയ്യും. ആർഗ്യൂ ചെയ്തതിന് ശേഷം അവരുടെ ആർഗ്യുമെൻറ്റ്സിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഡിസിഷൻ ഈ ജഡ്ജസ് പ്രൊനൗൺസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ ഇവരുടെ ആർഗ്യുമെൻറ്റേറ്റീവ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇൻസ് ഓഫ് കോർട്ടിൽ ഇങ്ങനെ മൂഡ് കോട്ട്സ് നടത്തി പോന്നിരുന്നു. ഇത് തന്നെ നമ്മുടെ ലീഗൽ എഡ്യൂക്കേഷൻ, നമ്മുടെ ലീഗൽ സിസ്റ്റത്തിലും
നമ്മൾ ഇത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലീഗൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ മൂട്ട് കോർട്ട് എന്ന് പറയുന്നത് ഒരു ക്ലിനിക്കൽ പേപ്പറായിട്ട് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ കയ്യിലിപ്പം പ്രോബ്ലം കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ്സ് നിങ്ങൾ ഒരു 8 to 10 ടൈംസ് അത് വായിക്കുക. അതായത് ആ ഫുൾ ജഡ്ജ്മെൻറ്റ്, അതായത് കണ്ടിന്യൂസ് ആയിട്ടല്ല, 8 to 10 ടൈംസ് ഒരു 10 minute ഗ്യാപ്പിൽ നിങ്ങളത് വായിക്കുക. എന്നിട്ട് എന്താണ് ആ ഒരു ജഡ്ജ്മെൻറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ലീഗൽ പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. അപ്പോൾ എന്തുകൊണ്ടാണ് അതിനകത്ത് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് വരാനായിട്ടുള്ള റീസൺ എന്താണ്? നിങ്ങൾക്ക് ഒരു പോർഷനിലോട്ട് അടുക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഇങ്ങനൊരു ജഡ്ജ്മെൻറ്റ് ഇതിനകത്ത് വരാനായിട്ടുണ്ടായ റീസൺ എന്നുള്ളത്. ആ പോർഷൻ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിന് നമ്മൾ പറയുന്ന പേരാണ് റേഷ്യോ ഡെസിഡൻറ്റി. ഇതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല, ലീഗൽ ലാംഗ്വേജിൻ്റെ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ പഠിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പം മൂട്ട് കോർട്ടിന് തന്നിരിക്കുന്നത് ലാൻഡ്മാർക്ക് കേസസ് ആണ്, ലാൻഡ്മാർക്ക് ഡിസിഷൻസ് ആണ്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ വായിക്കുക. അതിൻ്റെ ഫസ്റ്റ് 1, 2, 3, 4 പാരഗ്രാഫ്സൊക്കെ ഇതിൻ്റെ ഫാക്ട്സ് ആയിരിക്കും പറയുക, കേസിനകത്തുണ്ടായ ആ ഫാക്ട്സ് ആയിരിക്കും പറയുക. അപ്പോൾ അത് നന്നായിട്ട് വായിക്കുക. അതിന് ശേഷമുള്ള പാരഗ്രാഫ്സിൽ പാർട്ടീസിൻ്റെ കണ്ടൻഷൻ ഇഷ്യൂസ് ആയിരിക്കും പറയുക. അപ്പോൾ ഓരോ ഇഷ്യൂസും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, ജഡ്ജസിൻ്റെ ഒപ്പീനിയൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അതിനുശേഷം പോർഷനോട് അടുക്കുമ്പം ഇതിൻ്റെ റീസൺ, ആ ജഡ്ജ്മെൻറ്റിലേക്ക് എത്തിച്ചേരാനുള്ള റീസൺ ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് നന്നായിട്ട് വായിക്കുക. അപ്പോൾ ഇതിനകത്ത് സാധാരണ ഒരു ലോയറിനെ പറ്റി പറയാം, ഹി മസ്റ്റ് ബി എ മാസ്റ്ററി ഓഫ് ഫാക്ട് ആൻഡ് മാസ്റ്ററി ഓഫ് ലോ എന്നാണ് പറയുക. കാരണം ഒരു അഡ്വക്കേറ്റ് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ അദ്ദേഹത്തിൻ്റെ കേസ് എന്താണ്. അദ്ദേഹത്തിനാണ് ആ മെറ്റീരിയൽ ഫാക്ട്സിനെ പറ്റി 100% നോളജ് ഉള്ള പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആ അഡ്വക്കേറ്റ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ലോസും ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്ത് അറിയാവുന്ന ഒരാൾ ഈ അഡ്വക്കേറ്റ് ആയിരിക്കും. അദ്ദേഹമാണ് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യേണ്ടത് ഇതാണ് മെറ്റീരിയൽ ഫാക്ട്സ്, ഇതിനകത്ത് ഇന്ന ലോസ് ഇൻവോൾവ് ആണ്, ഇത്രയും റൈറ്റ്സ് എൻ്റെ ക്ലയൻറ്റിന് ഇൻഫ്രിഞ്ച്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കണക്കിലെടുക്കണമെന്ന് പറഞ്ഞാൽ ഒരു അഡ്വക്കേറ്റാണ് ജഡ്ജസിനെ കൺവിൻസ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ അഡ്വക്കേറ്റ്സിനെ മാസ്റ്ററി ഓഫ് ഫാക്ട്സ് ആൻഡ് ലോ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിലുള്ള ആ ഒരു മൂട്ട് കേസിനെ പറ്റിയിട്ട് 100% നോളജ് ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് കണ്ടിന്യൂസ് നന്നായിട്ടൊരു 8 to 10 ടൈംസ് ഈ കേസ് വായിക്കുക എന്ന് പറയുന്നത്. ഇനി മൂട്ട് കോർട്ട് അഡ്രസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. സാധാരണ നമ്മൾ മൂട്ട് കോർട്ട് എന്ന് പറയുന്നത് അപ്പെക്സ് കോർട്ടായിട്ടാണ് കരുതപ്പെടുന്നത്. അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതായത് സുപ്രീം കോർട്ട്, ഹയസ്റ്റ് കോർട്ടായിട്ടാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ സാധാരണ നിങ്ങൾക്ക് മൂട്ട് കോർട്ട് കോമ്പറ്റീഷൻസിന് പോകുമ്പം നിങ്ങൾക്ക് ഹൈപ്പോത്തറ്റിക്കൽ കേസസ് ആയിരിക്കും തരുന്നത്. അപ്പം നിങ്ങളത് റിസർച്ച് ചെയ്യണം. ആ ഹൈപ്പോത്തറ്റിക്കൽ കേസസ് ഏതെങ്കിലും ഒരു ഡിസൈഡഡ് ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഏത് ജഡ്ജ്മെൻ്റ് ആണത്, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള ലോസ് ഏതൊക്കെയാണ്, അതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള പ്രീസീഡൻസ് ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ റിസർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ സാധാരണ ഈ മൂട്ട് കോർട്ട്സ് ഒക്കെയും തരുന്നത് സുപ്രീം കോർട്ട്, അതായത് ഹയസ്റ്റ് കോർട്ടിൽ ആർഗ്യൂ ചെയ്യപ്പെടുന്ന കേസസ് ഒക്കെ ആയിട്ടാണ് നിങ്ങളുടെ മുൻപിൽ വരിക. ഇനി അതല്ലാതെ ഏതെങ്കിലും ലോവർ കോർട്ടിന് ജൂറിസ്ഡിക്ഷനുള്ള അല്ലെങ്കിൽ ലോവർ കോർട്ടിൻ്റെ അധികാര പരിധിയിൽ വരുന്ന എന്തെങ്കിലും ഒരു കേസാണ് നിങ്ങൾക്ക് മൂട്ട് കോർട്ടിന് തരുന്നതെങ്കിൽ അത് ആ ഹൈപ്പോത്തറ്റിക്കൽ പ്രോബ്ലത്തിനകത്ത് പ്രത്യേകം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ സാധാരണഗതിയിൽ മൂട്ട് കോർട്ട്സ് എന്ന് പറയുന്നത് ഹയസ്റ്റ് കോർട്ടിൽ നടത്തപ്പെടുന്നതെന്നാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതായത് സുപ്രീം കോർട്ടിൽ നടത്തപ്പെടുന്നതെന്നാണ് നമ്മുടെ കോൺസെപ്റ്റ്. ഇതിൽ നിന്ന് ഒരു അപ്പീൽ പോകുന്നില്ല. ഇതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ മൂട്ട് കോർട്ടിലുള്ള ജഡ്ജസിനെ അഡ്രസ്സ് ചെയ്യുന്നത് യാർ ലോർഡ്ഷിപ്സ്, യാർ ലേഡിഷിപ്സ്, അല്ലെങ്കിൽ ഇനി കോർട്ടിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യുന്ന ഹോണറബിൾ കോർട്ട് എന്നൊക്കെയാണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഓറൽ പ്രസൻറ്റേഷൻസ് സാധാരണ കുറച്ചധികം ഗൈഡ് ലൈൻസ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിലും
നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഗൈഡ് ലൈനാണ് ടിം കായെ ആൻഡ് ലൈൻ ടൗൺലീസ് ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എങ്ങനെയായിരിക്കണം മൂട്ടേഴ്സിൻ്റെ ഓറൽ പ്രസൻറ്റേഷൻസ് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ മൂട്ട് കോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പേഴ്സൺസിനെ നമ്മൾ മൂട്ടർ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അവർ ആർഗ്യൂ ചെയ്യുമ്പോൾ അവരെ നമ്മൾ കൗൺസൽ എന്നാണ് പറയുന്നത്. കൗൺസിൽ എന്നല്ല, കൗൺസലർ എന്നല്ല, കൗൺസൽ, COUNSEL, കൗൺസൽ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആദ്യം പെറ്റീഷണർ അല്ലെ അപ്പലൻറ്റിൻ്റെ കൗൺസലായിരിക്കും അല്ലെ അദ്ദേഹമായിരിക്കും എഴുന്നേറ്റ് സംസാരിക്കുക. അവർ ദ മൂട്ടർ ഹാസ് ടു സ്റ്റാർട്ട് സെയിങ്, സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ മേ പ്ലീസ് യുവർ ലോഡ്ഷിപ്പ്, അതായത് നമ്മൾ ഏറ്റവും പൊളൈറ്റ് മാനറിലാണ് നമ്മൾ മൂട്ട് കോർട്ടിൽ ജഡ്ജസിനെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. അതായത് അവർ നമ്മുടെ ദേ ആർ ദി ഗോഡ്, അങ്ങനെയുള്ള അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഏറ്റവും പൊളൈറ്റ് മാനറിൽ മേ പ്ലീസ് യുവർ ലോഡ്ഷിപ്സ്, ഐ എം ദ കൗൺസൽ അപ്പിയറിങ് വിത്ത്, നിങ്ങളുടെ കൂടെ മറ്റെന്തെങ്കിലും ഒരു കൗൺസലും കൂടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയുക. ഇല്ല നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ അത് ലീവ് ചെയ്തേക്കുക. ഐ എം ദ കൗൺസൽ ഫോർ the appellant or petitioner. The counsel seeks permission to address the judges collectively as your lordships. അതിനുള്ള പെർമിഷൻ നമ്മൾ സീക്ക് ചെയ്യുവാണ്. അപ്പോൾ എന്നിട്ട് ജഡ്ജ് എന്താണ് നിങ്ങളുടെ കേസ്, അതായത് നിങ്ങൾക്കറിയാം അപ്പെക്സ് കോർട്ട്, അതായത് സുപ്രീം കോർട്ട്സിൽ അപ്പീൽ കേസസ് വരാറുണ്ട്. ദെൻ റിട്ട് ആപ്ലിക്കേഷൻസ് വരാറുണ്ട്. പിന്നെ സ്പെഷ്യലി പെറ്റീഷൻസ് വരാറുണ്ട്. നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിലേതെങ്കിലും ഒരു കേസ് ആയിരിക്കും നിങ്ങളുടെ മുമ്പിലുള്ളത്. അപ്പോൾ ദ കേസ് ബിഫോർ ദിസ് ഹോണറബിൾ കോർട്ട് ടുഡേ ഈസ് ആൻ അപ്പീലാണെങ്കിൽ അത് പറയുക. ഇനി റിട്ട് പെറ്റീഷൻ ആണെങ്കിൽ റിട്ട് പെറ്റീഷൻ എന്ന് പറയുക. അല്ലെങ്കിൽ സ്പെഷ്യലി പെറ്റീഷൻ ആണെങ്കിൽ നിങ്ങളുടെ കേസിൽ എന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങൾ പറയുക. മേ ഐ മൂവ് ഓൺ ടു ദി ഫാക്ട്സ് യുവർ ലോഡ്ഷിപ്സ്, ഫാക്റ്റ് പറയാനായിട്ട് പെർമിഷൻ സീക്ക് ചെയ്യുക. അപ്പോൾ ജഡ്ജസ് ഒബ്വിയസ്ലി അവർ പറയും അലൗഡ് എന്ന് പറയും. ആ അലൗഡ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ മച്ച് ഒബ്ലൈജ്ഡ് യുവർ ലോഡ്ഷിപ്സ് എന്ന് പറയുക. അതിനുശേഷം നിങ്ങളുടെ ഫാക്ട്സ് ഓഫ് ദ കേസ് ഏറ്റവും ബ്രീഫ് ചെയ്ത് നിങ്ങളവിടെ പ്രസൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കേസിനകത്ത് 2 or 3 ഇഷ്യൂസ് ഉണ്ടായിരിക്കും, മിനിമം 2 ഇഷ്യൂസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഇഷ്യൂസ് ഫാക്റ്റ് പറഞ്ഞതിന് ശേഷം ആ ഇഷ്യൂസ് ഡീൽ ചെയ്യാൻ വേണ്ടി പെർമിഷൻ സീക്ക് ചെയ്യുക. അതായത് മേ ഐ മൂവ് ഓൺ ടു ദി ഇഷ്യൂസ് ഓഫ് ദിസ് കേസ് മൈ ലോഡ്ഷിപ്സ് എന്ന് ചോദിക്കുക. ജഡ്ജസ് അലൗഡ് പറയും. അതിനുശേഷം അലൗഡ് പറഞ്ഞതിന് മച്ച് ഒബ്ലൈജ്ഡ് യുവർ ലോഡ്ഷിപ്സ് എന്ന് റിപ്ലൈ കൊടുക്കുക. അതിനുശേഷം എത്ര ഇഷ്യൂസ് ഉണ്ടോ അത് പറയുക. 3 ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം, 2 ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. ദർ ആർ 3 ഇഷ്യൂസ് ഇൻ ദിസ് കേസ് ഓഫ് വിച്ച്, ഇനി നിങ്ങൾ 2 പേരാണ് ഒരു പാർട്ടിക്ക് വേണ്ടി, അതായത് അപ്പലൻറ്റിന് വേണ്ടി നിങ്ങൾ 2 കൗൺസൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തമ്മിൽ ഈ ഒരു ഇഷ്യൂസ് ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 2 ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഒരു ഇഷ്യൂ ഒരാൾ ഡീൽ ചെയ്യുക, നെക്സ്റ്റ് ഇഷ്യൂ അടുത്ത ആൾ ഡീൽ ചെയ്യുക. അപ്പോൾ പറയുക ദർ ആർ 2 ഇഷ്യൂസ് ഇൻ ദിസ് കേസ് ഓഫ് വിച്ച് 1 വിൽ ബി ഡെൽറ്റ് വിത്ത് മീ ആൻഡ് ദ അതർ ഇഷ്യൂ വിൽ ബി ഡെൽറ്റ് വിത്ത് മൈ കോ കൗൺസൽ എന്ന് പറയുക. ദ ഫസ്റ്റ് ഇഷ്യൂ ഈസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്യൂ നിങ്ങൾ പറയുക. അതിനുശേഷം നിങ്ങളുടെ ആ ഇഷ്യൂ പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ പറയുക. ആ ഇഷ്യൂന്മേലുള്ള നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെയാണ് വിത്ത് പ്രീസീഡൻസ്, വിത്ത് കേസ് ലോസ് നിങ്ങൾ ആ ആർഗ്യുമെൻറ്റ്സ് പ്രസൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്സ് കഴിഞ്ഞതിന് ശേഷം സെക്കൻഡ് കൗൺസലിനെ, നിങ്ങളുടെ കൂടെ ഒരു കോ കൗൺസൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുക. യുവർ ലോഡ്ഷിപ്സ് ദ അതർ ഇഷ്യൂ വിൽ ബി ഡെൽറ്റ് വിത്ത് മൈ കോ കൗൺസൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് മൂട്ടർ വരിക, അദ്ദേഹം വന്ന് അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻറ്റ്സും ഇഷ്യൂവും ആർഗ്യുമെൻറ്റ്സും ഇതേപോലെ പറയുക. അതിനുശേഷം നിങ്ങളുടെ പ്രെയർ സെക്ഷനുണ്ട്. അതായത് എന്ത് റിലീഫാണ് നിങ്ങൾ ചോദിക്കുന്നത്, എന്താണ് നിങ്ങൾക്ക് വേണ്ട, എന്താ പറയുക, പ്രെയർ അല്ലെങ്കിൽ റിലീഫ് എന്താണ്, അത് നിങ്ങൾ ലാസ്റ്റ് പ്രെയർ ആയിട്ട് പറയണം. അതായത് ഇറ്റ് ഈസ് ഹംബ്ലി പ്രേയ്ഡ്. അപ്പോൾ ആ പ്രെയർ പറയുന്ന സമയത്ത് 2
രണ്ട് സ്പീക്കേഴ്സ് ഉണ്ടെങ്കിൽ അവർ രണ്ടുപേരും എഴുന്നേറ്റിരിക്കണം. ഒരാളെ ഉള്ളെങ്കിൽ അയാൾ എഴുന്നേറ്റ് നിന്ന് തന്നെ പറയുക, ഇറ്റ് ഈസ് ഹംബ്ലി പ്രേഡ് ആൻഡ് സബ്മിറ്റഡ് ബിഫോർ ദിസ് ഹോണറബിൾ കോർട്ട് ദാറ്റ് ദിസ് കേസ് മേ ബി, എന്താണോ നിങ്ങൾ സീക്ക് ചെയ്യുന്നത് അത് നിങ്ങളവിടെ പറയുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സീറ്റിൽ പോയിരിക്കുക. ഇനി നെക്സ്റ്റ് അതർ പാർട്ടിയുടെ ചാൻസ് ആണ് അടുത്തത്. ഇതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് പ്ലീസ് യുവർ ലോർഡ്ഷിപ്പ്, ഐ എം ദ കൗൺസിൽ അപ്പിയറിംഗ് ഓൺ ബിഹാഫ് ഓഫ് റെസ്പോണ്ടൻറ്റ് എന്ന് പറഞ്ഞ് ഇതേ ഫോർമാറ്റിൽ തന്നെ ഏറ്റവും പൊളൈറ്റ് മാനറിൽ പറയുക. അതിനുശേഷം ഇനി പ്രയറും കഴിയുമ്പോൾ നിങ്ങൾക്കിരിക്കാം. ഇനി ഈ മൂട്ട് കോർട്ട് കേസസിനകത്ത് നെക്സ്റ്റ് ഒരു ഡൗട്ടാണ് കുട്ടികൾക്ക്, ഇതിൻ്റെ ഇടയ്ക്ക് ജഡ്ജസ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എന്ത് ചെയ്യും? അപ്പോൾ ജഡ്ജസിന് സാധാരണഗതിയിൽ ഓരോ ആൾക്കാരോടും ഓരോ കൗൺസിലിനോടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കേട്ടില്ല, ജഡ്ജസിൻ്റെ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടില്ല, അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എക്സ്ക്യൂസ് മീ നോ പ്ലീസ് സേ ഇറ്റ് വൺസ് മോർ അങ്ങനെയൊന്നും അല്ല നമ്മൾ പറയുക. ഏറ്റവും പൊളൈറ്റ് മാനറിൽ പാഡൻ മീ മൈ ലോഡ്, പാഡൻ മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേട്ടില്ല, ഒന്നുകൂടെ പറയൂ, അത് തന്നെയാണ് അർത്ഥം. അങ്ങനെ തന്നെ ഏറ്റവും പൊളൈറ്റ് മാനറിൽ പറയുക. അപ്പോൾ ജഡ്ജസ് അവരുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യും. അതുപോലെ തന്നെ ജഡ്ജ് ഒരു ഒപ്പീനിയൻ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, ഇങ്ങനല്ലേ അത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പം നിങ്ങൾക്കതിനെ ഒന്ന് ഒപ്പോസ് ചെയ്യണം, നിങ്ങളുടെ കോൺസെപ്റ്റ് അതല്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾക്കതിനെ കോൺട്രഡിക്റ്റ് ചെയ്യാൻ ഏറ്റവും പൊളൈറ്റ് മാനറിൽ വിത്ത് ഗ്രേറ്റ് റെസ്പെക്റ്റ് മൈ ലോഡ് ഐ വുഡ് ലൈക്ക് ടു സബ്മിറ്റ് ദാറ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് ജഡ്ജസ് ഇൻ്റർവെൻഷൻസ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് ഒരുപാട് കേസ് ലോസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ടാവും, പ്രീസീഡൻസ് നമ്മൾ പറയുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രീസീഡൻസ് ഒക്കെ തന്നെയും ലോ റിപ്പോർട്ടേഴ്സിൽ പലതരത്തിലുള്ള ലോ റിപ്പോർട്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഓൾ ഇന്ത്യ റിപ്പോർട്ടർ AIR എന്നുള്ള രീതിയിൽ ഓൾ ഇന്ത്യ റിപ്പോർട്ടർ ഉണ്ട്, KLT ഉണ്ട്, കേരള ലോ ടൈംസ്, ക്രിമിനൽ ലോ ജേണൽ, CRILJ, ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് ലോ റിപ്പോർട്ടേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ എവിടെ റിപ്പോർട്ട് ചെയ്ത കേസാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറയുന്നതിൻ്റെ ഫോർമാറ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു കേസ് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന കുട്ടികളാണ്, നിങ്ങൾ ഈ കേസ് കേട്ടിട്ടുണ്ടാവും. ഇത് നമുക്ക് റിപ്പോർട്ടേഴ്സിൽ 2 തരത്തിലാണ് ഇത് സൈറ്റ് ചെയ്തിരിക്കുന്നത്. ARനകത്തും ഈ ഒരു ജഡ്ജ്മെൻറ്റ് പറയുന്നുണ്ട്, SCC സുപ്രീം കോർട്ട് കേസസിനകത്തും പറയുന്നുണ്ട്. ARനകത്തെ സൈറ്റേഷൻ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഈ ആദ്യം കാണുന്ന AR 1978 SC 597. SCCക്കകത്തെ, അതായത് സുപ്രീം കോർട്ട് കേസസിനകത്തെ അതിനകത്തെ സൈറ്റേഷൻ 1978 1 SCC 248. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ARനകത്തെ സൈറ്റേഷൻ ഈ 1978 എന്ന് പറഞ്ഞിരിക്കുന്നത് 1978 ARനകത്ത് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പേജ് നമ്പർ 597 ഇത്രേ ഉള്ളൂ അതിനർത്ഥം. ഇനി SCCയുടേതാണെങ്കിൽ 1978 അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഫസ്റ്റ് വോളിയത്തിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, പേജ് നമ്പർ 248. അപ്പോൾ ഇത് നമ്മുടെ ആർഗ്യുമെൻറ്റ്സിനിടയിൽ ഈ ഒരു മനേകാ ഗാന്ധി കേസ് നിങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പറയേണ്ടത് ഇറ്റ് ഷാൽ ബി റെഡ് ആസ്, അതായത് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ഷാൽ ബി റെഡ് ആസ് ഇൻ എ കേസ് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ടഡ് ഇൻ ഓൾ ഇന്ത്യ റിപ്പോർട്ടർ ഇൻ ദ ഇയർ 1978 ഡിസൈഡഡ് ബൈ ദി സുപ്രീം കോർട്ട് ഇൻ ദി പേജ് നമ്പർ 597. ഇങ്ങനെ കോട്ട് ചെയ്തിട്ടാണ് നിങ്ങൾ അതിനകത്ത് എന്താണോ മനേകാ ഗാന്ധി ജഡ്ജ്മെൻറ്റിനകത്ത് ഏത് പോയിൻ്റാണോ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് പറയേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഇനിയിപ്പം എടുത്തിരിക്കുന്ന സൈറ്റേഷൻ സുപ്രീം കോർട്ട് കേസസ് SCCക്കകത്തെ സൈറ്റേഷനാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അവിടെ ഇങ്ങനെ പറയുക, ഇൻ എ കേസ് മനേകാ ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ റിപ്പോർട്ടഡ് ഇൻ ഫസ്റ്റ് വോളിയം ഓഫ് സുപ്രീം കോർട്ട് കേസസ് ഇൻ 1978 പേജ് നമ്പർ 248. ഇങ്ങനെയാണ് ലോ റിപ്പോർട്ട്സിലെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പോർഷൻ നിങ്ങൾ അവിടെ പ്രൊനൗൺസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പറയേണ്ടത്. ഇത്രയുമാണ് മൂട്ട് കോർട്ടിനെ പറ്റിയിട്ടുള്ള ഒരു ബേസിക് ഐഡിയ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.
ഇനി ഒരുപാട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സിനോട് ചോദിക്കുക, അവരെന്നോട് കൺവേ ചെയ്തോളും. ഞാനത് ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ ദെൻ, താങ്ക് യു.